ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും മിനൂസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പാസ്തൻ്റെ റെസിപ്പിയാണ്. പാസ്ത അല്ലെങ്കിൽ മക്രോണി ഏത് വെച്ചിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിരുന്നു. വെള്ളം ഒന്ന് ചൂടായപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മക്രോണി വേവിക്കണം അതേപോലെ തന്നെയാണ് നമ്മൾ പാസ്തയും വേവിക്കുന്നത്. ആ കറക്റ്റ് വെന്ത് കുഴയാത്ത രീതിയിൽ കിട്ടണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഓയിലൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ടൊരു 400 ഗ്രാം പാസ്തയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുന്ന പാസ്തൻ്റെ ആ അളവിനനുസരിച്ച് തന്നെ ഇതിൽ ബാക്കി ഞാൻ ചേർക്കുന്ന സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റുന്നതാണ്. അപ്പം സ്ട്രെയിനറിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ അതിൽ മുകളിൽ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഓയിലൊക്കെ ഒഴിക്കുമ്പം കുറേശ്ശെ ഒഴിക്കുക. പിന്നെ അതിലോട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും ഒരു ചെറിയൊരു ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവണമെന്നില്ല, ചെറുതായിട്ടൊന്ന് കടിക്കണ ഒരു ടെക്സ്ചറിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പാസ്ത നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഓയിലിന് പകരം നിങ്ങൾക്ക് ഈ സമയത്ത് ബട്ടർ ചേർത്ത് കൊടുക്കാം, ഒരു ടേബിൾ സ്പൂണ്. നമ്മൾ ചേർത്തിട്ടുള്ള മൈദ ഓയിലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ച മണക്കൊന്ന് മാറണം. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കാം. പാല് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മക്രോണി അല്ലെങ്കിൽ പാസ്ത എടുക്കുന്നതിനനുസരിച്ച് പാല് കുറക്കും കൂട്ടൊക്കെ ചെയ്യാം. പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇടയ്ക്ക് ഫ്ലെയിം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ പാലും അതുപോലെ തന്നെ നമ്മൾ മൈദയിൽ നന്നായിട്ടൊന്ന് സെറ്റായി വരുന്നുണ്ട്, കുറുകി വരുന്നൊക്കെ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയും. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പാസ്തയിലും അതുപോലെ പച്ചക്കറി വേവിച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു തക്കാളി അടിച്ചതാണ്. തക്കാളി ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ മിക്സീൻ്റെ ജാറിലൊന്നും അടിച്ചെടുത്താണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. തക്കാളി ചേർത്തിട്ട് നമ്മൾ വൈറ്റ് സോസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ മാഗീൻ്റെ ഒരു ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം സോസിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികൾ മുഴുവനും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർക്കണം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇനി വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ കഴിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കോണൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിലോട്ട് നമ്മൾ 1 സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ സ്റ്റോക്കിലൊക്കെ കൂടുതൽ ഉപ്പുള്ളതാണ്. അപ്പോൾ അത് ചേർക്കുന്ന സമയത്ത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പം സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പിങ്ക് സോസ് പാസ്തൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുള്ളൊരു പാസ്ത റെസിപ്പിയാണ്. നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിഷും കൂടെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.